5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഈയിടെയായിട്ട് യൂട്യൂബർമാർ ഇടയ്ക്കിടയ്ക്ക് പോലീസ് കേസിൽ പെടാറുണ്ട്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരും പെടാറുണ്ട്. സുരാജ് പാലക്കാരൻ, നമ്മുടെ മറുനാടൻ സാജൻ, ഇപ്പോൾ ഇതാ KM ഷാജഹാൻ. KM ഷാജഹാനൊരു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ വിഷയമാണ് ഇപ്പോൾ ഈ യൂട്യൂബിൽ കേസ് വരുന്നത്. അതോ ആദ്യത്തെയാണോ എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയത്തില്ല. എന്നാൽ ഇന്നലെ ഒരു കേസിൽ ഷാജഹാൻ പെട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതൊരു നിരുപദ്രവകരമായ കേസാണ്. അത് വേണമെങ്കിൽ കേസ് ഒഴിവാക്കാം. പക്ഷേ ആ കേസിൽ കൊടുത്ത വനിത ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് കേസായി തന്നെ മാറും. VD സതീശനോടൊപ്പം ഒരു സ്ത്രീയുടെ ഫോട്ടോ കൂടെ കൊടുത്തിട്ട് അതിലൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് നേരെ വായിച്ചാൽ കമൻറ്റിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വരികൾക്കിടയിലൂടെയൊക്കെ വായിച്ച് കയറിപ്പോയാൽ മലയാളിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഏറ് കണ്ണിട്ട് നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ആ ഏറ് കണ്ണിട്ട് നോക്കിയാൽ അത് വേണമെങ്കിൽ ഒരു ആക്ഷേപമായിട്ടൊക്കെ പറയാം. പക്ഷേ നമുക്ക് ഷാജഹാനോട് പറയാനുള്ളത്, ഷാജഹാൻ താങ്കൾ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുമപ്പുറം താങ്കൾ ഒരു അക്കാഡമിക് ലെവലിൽ നിന്നാണ് വന്നത്. താങ്കൾ സാധാരണ ഒരാളല്ല. MA എടുത്തിട്ടുള്ള ആളാണ്, MPhil ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന CDH താങ്കൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക്കായിട്ട് നിങ്ങളൊരു സൗണ്ട് പേഴ്സണാലിറ്റിയാണ്. മാത്രമല്ല ഒരു കാലഘട്ടം മുഴുവൻ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. CDSലും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കൂടെയും ഡോക്ടർ ഇക്ബാലിൻ്റെ ബന്ധുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിഷത്തിൻ്റെ ശാസ്ത്ര അധിവേശത്തിലേക്കുള്ള CPMൻ്റെ സഹയാത്രികനായി ചങ്ങനാശ്ശേരി മത്സരിച്ച തോറ്റുപോയ ഡോക്ടർ ഇക്ബാൽ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇക്ബാലിൻ്റെ ബന്ധുവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷാജഹാൻ കുറച്ച് നല്ല സാധ്യതയുള്ള നല്ലൊരു ആളാണ്. താങ്കളോടൊപ്പമാണ് ജോസഫ് C. മാത്യുവും കൂടി ഒന്നിച്ചുണ്ടായിരുന്നു. അച്യുതാനന്ദനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതൊന്നും തെറ്റൊന്നും ആയിരുന്നില്ല. അതായിരുന്നു ശരി. കാരണം തത്വത്തിന് വേണ്ടി നിന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ തത്വാധിഷ്ഠിതമായ അഴിമതി വിരുദ്ധമായൊരു നിലപാടിനോടൊപ്പം നിന്നതിൻ്റെയൊക്കെ പേരിലാണ് താങ്കൾക്ക് മുഖ്യമന്ത്രി അവിടെ നിന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനവും പോയി. പിന്നെ താങ്കൾ വേറൊരു തരത്തിലേക്ക് മാറി, ഒരു റിബൽ മോഡലാണെന്ന് മറ്റുള്ളവർ പറയുന്ന രൂപത്തിലേക്ക് മാറി. പ്രതിപക്ഷം എന്ന പേരിൽ താങ്കളൊരു ചാനൽ നടത്തും. അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ്. ഞാനും ഒന്നിനും പ്രാവശ്യം വരേണ്ടിയിരുന്നു പല കാരണം. പക്ഷേ പല സാഹചര്യം കൊണ്ട് നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാനും പറ്റിയില്ല. പക്ഷേ എങ്കിലും താങ്കളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി താങ്കൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്. വിഷയങ്ങൾക്ക് അതിനകത്തൊരു പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ വലിയൊരു ഷാജഹാനുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഷാജഹാൻ. കേരളത്തിലെ നിസ്വരായിട്ടുള്ള നിശബ്ദരായിട്ടുള്ള പിന്നെ പാവപ്പെട്ട ആളുകളുടെ ശബ്ദം ഭേദിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ഒരു ഷാജഹാൻ പോകുന്നുണ്ട്. അപ്പോൾ ആക്കുളം കായൽ നികത്തുന്ന സ്ഥലമായാലും ആശാ വർക്കേഴ്സിൻ്റെ സമരമായാലും എന്തോ പ്രശ്നമുള്ളതാണെങ്കിലും അവിടെയെല്ലാം എത്തുന്നുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ വിദ്യാർത്ഥിയെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് മരിച്ച കുട്ടിയുടെ അമ്മയും സംഘവും തിരുവനന്തപുരത്ത് DGP ഓഫീസിൽ സമരം നടത്തിയപ്പോൾ താങ്കൾ ആ സമരത്തെ കാണാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു വാഹനത്തിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ താങ്കൾ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് താങ്കൾ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാണ് താങ്കൾ ഒരു സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ചെല്ലുന്നത്? ഇനി അറസ്റ്റ് ചെയ്തെങ്കിൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിലോ ആൾ ജാമ്യത്തിലോ സ്വന്തം ജാമ്യത്തിലോ ഒക്കെ വിടേണ്ടതാണ്. താങ്കളെ കുറച്ച് ദിവസം 10-15 ദിവസം ജയിലിലിട്ടിരുന്നു. അത് വലിയൊരു ക്രൂരതയാണ്. അതൊരു ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിണറായി വിജയൻ അല്ല ആരായാലും ചെയ്യാൻ പാടില്ല. വ്യക്തിവൈരാഗ്യം ഇല്ലല്ലോ. ഗവൺമെൻറ്റിന് ഒരിക്കലും വ്യക്തികളോട് വ്യക്തിവൈരാഗ്യം എടുക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാവരും പിടിച്ച് ജയിലിലിടാനല്ലേ സമയം കാണത്തുള്ളൂ. അപ്പോൾ അതല്ല. ഒരു കാലഘട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാരുണ്ടായിരുന്നു, സഞ്ജയനുണ്ടായിരുന്നു, MN വിജയനുണ്ടായിരുന്നു, സുകുമാർ അഴീക്കോടുണ്ടായിരുന്നു. അങ്ങനെ മഹാരഥന്മാരുടെ ഒരു നാടാണ് ഇവിടെ. ഈ വിമർശന സാഹിത്യം തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് M. കൃഷ്ണൻ നായർ സാറൊക്കെ വിമർശിക്കാത്ത ഏത് നോവലിസ്റ്റാണ് ഇവിടെ ഉള്ളത്, ഏത് കഥാകാരനാണ് ഉള്ളത്? ഈ അമ്പിൻ്റെ പരിക്കേൽക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ അതൊരു കാലഘട്ടം. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ചെയ്തതിൽ ഒരു ചെറിയ നോട്ടപ്പിശകുണ്ട്. നമ്മൾ മറ്റൊരാളിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അങ്ങനെ കടന്നു കയറി നോക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കേസാകുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട്. VD സതീശനായാലും VD സതീശൻ്റെ കുടുംബമുണ്ട്, മക്കളുണ്ട്, ചെറുമക്കൾ വരും, അവരുടെ ഒരു തലമുറ ഉണ്ടല്ലോ. അപ്പോൾ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിൽ അങ്ങനെ വല്ലാതെ കയറി പറയരുത്. അതിൻ്റെ പോസ്റ്റ് ഇടുമ്പോൾ താങ്കളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പണ്ടൊരു മന്ത്രി PT ചാക്കോ, കേരള കോൺഗ്രസ് ഉണ്ടായത് തന്നെ അങ്ങനെ എന്നാണ് പറയുന്നത്. PT ചാക്കോ ചാക്കോയുടെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ലീലാ ദാമോദരൻ മേനോൻ എന്ന് പറയുന്ന വനിതാ കോൺഗ്രസിൻ്റെ വലിയ നേതാവ്, അന്നത്തെ വലിയ നേതാവ് അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവരെ പറഞ്ഞതാണ്, ഞാനാണെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് PT ചാക്കോടൊപ്പം ഒരു സ്ത്രീയും ആ കാറിൽ ഉണ്ടായിരുന്നു. അത് ആരെന്ന് വെളിപ്പെടുത്തിയില്ല. ആരും വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അന്ന് കോൺഗ്രസിൽ വലിയ കലാപം നടന്നു. PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അതുകൂടിയാണ്. അപ്പോൾ പക്ഷേ ലീലാ ദാമോദരൻ മേനോൻ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് വന്ന് പറഞ്ഞ് ഞാനായിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കയറിപ്പൊക്കൂടെ ഒരു സഹപ്രവർത്തകയ്ക്ക് മന്ത്രിയുടെ കാറിൽ കൂടെ കയറിപ്പൊക്കൂടെ പാർട്ടിക്കാരിയായി? ഇന്നിപ്പോൾ അങ്ങനെയല്ല. പലരും ഒന്നിച്ച് പോകുന്നുണ്ട്, ഒന്നിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കാറുണ്ട്, ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാലമാണ്. കുറേ കൂടെ ഫ്രീ ആയിട്ടുള്ള സ്ത്രീകളും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം.
പുരുഷന്മാർക്കും പുരുഷന്മാരുടെ കാര്യം നോക്കാതെ പുതിയൊരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അല്ലാതെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും പഴയതുപോലെ എവിടെ പോകുന്നു, ആരുടെ പോകുന്നു, ബൈക്കിൽ കയറിയോ സ്കൂട്ടറിൽ കയറിയോ ലിഫ്റ്റ് കൊടുത്തോ അങ്ങനെയൊന്നുമില്ല. പഴയ കാലത്ത് ഒരു 10-30 വർഷം മുമ്പാണെങ്കിൽ സ്ത്രീകൾക്ക് ലിഫ്റ്റ് കൊടുക്കത്തില്ലായിരുന്നു, ആരും ലിഫ്റ്റ് ചോദിക്കത്തില്ല. ഇന്നിപ്പോൾ വ്യാപകമായി ലിഫ്റ്റ് കൊടുക്കും. പ്രത്യേകിച്ച് കോളേജിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരങ്ങൾ ഒരു ബൈക്കിൽ സ്കൂട്ടറിലൊക്കെ പോകും, ലിഫ്റ്റ്, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ മറ്റൊരാളിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ, ഇപ്പോൾ സെൽഫി, അതുപോലെ തന്നെ ഷാജഹാൻ ആയാലും ഇപ്പോൾ ഞാനായാലും നമ്മൾ ഒരുപാട് ഫംഗ്ഷനുകൾക്ക് പോകുന്നവരാണ്. ആ ഫംഗ്ഷനിൽ പോകുമ്പോൾ പലരും വന്ന് സെൽഫി എടുക്കും. അവർ ചിലപ്പോൾ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, നമുക്ക് താല്പര്യമുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം നോക്കി അത്തരം ചില ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ നോക്കി ആളുകളെ വിലയിരുത്തരുത്. അതിൽ ഒരു ഒരു പിശക് ഷാജഹാന് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും കേസ് വരികയാണ്. പിണറായി സത്യൻ്റെ രണ്ടാമത്തെ കേസാണ്. ആദ്യത്തെ ഒരു കേസ് വന്നു, താങ്കളത് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു, ഇപ്പോൾ വീണ്ടും കേസ് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ താങ്കളുടെ ആ ക്രിയേറ്റിവിറ്റി, മറ്റ് കാര്യങ്ങളിൽ പ്രതിഷേധിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കുവാനുള്ള, താങ്കൾക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം, ക്രിയേറ്റിവിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ക്രിയാത്മകമായി സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വരുന്ന ദോഷങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ സ്പേസ് ഉള്ള, ഒരു ആഡിയൻസ് ഉള്ള, പ്രേക്ഷകരുള്ള ഒരു യൂട്യൂബറാണ് താങ്കളൊരു നല്ല സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണ്, അക്കാഡമിഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ വളരെ സൂക്ഷിക്കുക, കുറച്ചുകൂടി സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ തീർച്ചയായും ഷാജഹാൻ ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു.